മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ രാവിലെ തന്നെ കട്ടക്കലിപ്പിലാണ് അനുമോള്. കാരണം വേറൊന്നുമല്ല, രാവിലെ തന്നെ മൈക്ക് കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു ചെറിയ ദേഷ്യത്തിലായിരുന്നു അനുമോള്. ബിഗ് ബോസ് ഓൾറെഡി അനുമോളോട് മൈക്ക് ധരിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴും ആ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു. ലാസ്റ്റ് അനീഷും ഹൗസ് ക്യാപ്റ്റനായി സാബുമാനൊക്കെ തപ്പി ഡ്രസ്സിംഗ് റൂമിൽ നിന്നും മൈക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. ഉടനെ അനുമോള് പറയുന്നത്, ഡ്രസ്സിംഗ് റൂമിലേക്ക് ഞാൻ ഇന്ന് രാവിലെ പോയിട്ടേ ഇല്ല. ഞാൻ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് സോഫയിൽ വെച്ചിട്ടാണ് പോയത്. അതായത് ടോയ്ലറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു സോഫ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ് പോയത്. ആരോ അറിഞ്ഞുകൊണ്ട് എനിക്കിട്ട് പണി തരാൻ വേണ്ടി മൈക്ക് എടുത്ത് ഒളിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ചെറിയൊരു സീൻ രാവിലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അനുമോള് ലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നത്. അതിനുള്ള കാരണം അനുമോള് അലക്കി ഉജാലയിൽ മുക്കി വെച്ച ഡ്രസ്സ് ലക്ഷ്മി എടുത്ത് തറയിലിട്ടു എന്ന് പറഞ്ഞാണ്. എനിക്ക് കുളിക്കാൻ വേണ്ടി ബക്കറ്റ് വേണമായിരുന്നു, ബക്കറ്റിൽ നീ ഡ്രസ്സ് മുക്കി വെച്ചത് കൊണ്ടാണ് ഞാൻ എടുത്ത് തറയിലിട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അനുമോള് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ കുളിച്ചോ എന്നൊക്കെ തിരിച്ച് ലക്ഷ്മിയോട് ചോദിക്കുന്നു. അതിനുശേഷം അനുമോള് സാബുമാനോട് കംപ്ലൈൻ്റ് ആയി തന്നെ പറയുന്നുണ്ട്, ഈ വീട്ടിലെ ഏറ്റവും അവസാനം ഉറങ്ങുന്ന വ്യക്തി ഞാനാണ്. ഞാൻ രാത്രിയിലാണ് തുണി കഴുകാറ്. കഴുകിയ ശേഷം ഉജാലയിൽ തുണിയെല്ലാം മുക്കി വെച്ചതിന് ശേഷം ഞാൻ പോയി കിടക്കും. പിറ്റേ ദിവസം രാവിലെ വന്നാണ് ഞാൻ പിഴിഞ്ഞ് തുണി വിരിക്കാറ്. ഈ 70 ദിവസമായിട്ടും ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴൊന്നുമില്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ. അറ്റ്ലീസ്റ്റ് എന്നെ രാവിലെ വന്ന് വിളിച്ച് അത് മാറ്റിത്തരാൻ പറഞ്ഞിരുന്നേ ഞാൻ മാറ്റിത്തരുമായിരുന്നു. എന്തിനാണ് അതെടുത്ത് തറയിലേക്ക് ഇട്ടതെന്നൊക്കെ ചോദിച്ച് അനുമോള് ദേഷ്യപ്പെടുന്നുണ്ട്. ഉടനെ ലക്ഷ്മി പറയുന്നത്, ഉജാലയുടെ ഇൻസ്ട്രക്ഷൻ എടുത്ത് വായിക്ക്, 5 മിനിറ്റ് മുക്കി വെച്ചാൽ മതി. ഒരു രാത്രി മുഴുവൻ മുക്കി വെച്ചു എന്ന് കരുതി മണമൊന്നും കൂടുതലുണ്ടാവില്ല. വേക്കപ്പ് സോങ്ങിന് ശേഷം മാത്രമാണ് അനുമോൾ എഴുന്നേൽക്കുന്നത്. അതിനു മുൻപേ നേരത്തെ എഴുന്നേൽക്കുന്നവർ ഇവിടെയുണ്ട്. അവർക്ക് ബക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. ബക്കറ്റിൽ ഇങ്ങനെ തുണി കുതിർത്ത് വെച്ചാൽ എന്തു ചെയ്യും? എന്തായാലും ഈ കാര്യത്തിന് അനുമോൾക്കെതിരായിരുന്നു എല്ലാവരും. കാരണം പലരും പലതവണയും വാൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. ഫുൾ ടൈം ബക്കറ്റിൽ തുണിയായിരിക്കും. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എങ്കിൽ ശരി, ഒന്ന് ഹാങ് ചെയ്തെങ്കിലും ഇട്ടുകൂടായിരുന്നോ? എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ട് കൈകൊണ്ട് അലക്കിയ തുണി തറയിലേക്ക് ഇട്ടത്? ഉടനെ ലക്ഷ്മി പറയുന്നത്, ലക്ഷ്മിക്ക് 1ഉം 2ഉം തുണിയല്ല, ഒരുപാട് തുണി ഉണ്ടായിരുന്നു. ലക്ഷ്മിയുടെ തുണി ഹാങ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും സാബുമാൻ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. സാബുമാൻ പറയുന്നുണ്ട്, നിനക്ക് രാത്രി മുഴുവൻ ഉജാലയിൽ മുക്കി വെക്കണമെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് പിഴിഞ്ഞ് മാറ്റണം. നിന്നെ പോലെയല്ല നേരത്തെ എഴുന്നേൽക്കുന്ന പലരുമുണ്ട്, അവർക്കതൊരു ബുദ്ധിമുട്ടാകും. അനുമോൾ അത് സമ്മതിക്കുന്നു. എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട്, ലക്ഷ്മി ചെയ്തതും തെറ്റാണ്, ലക്ഷ്മിയോടും നീ സംസാരിക്കണമെന്ന്. സാവുമാൻ അതുപോലെ തന്നെ ലക്ഷ്മിയോട് വന്ന് സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മി, എന്തൊക്കെയാണേലും അത് തറയിലിടാൻ പാടില്ലായിരുന്നു. കഷ്ടപ്പെട്ട് കൈകൊണ്ട് അലക്കി വെച്ചിരിക്കുന്ന തുണിയാണല്ലോ. ഉജാലയിൽ മുക്കി വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് കഴുകിയതിന് ശേഷമാണ് മുക്കി വെക്കുന്നതെന്ന്. ഞാനാണെങ്കിൽ അത് തറയിലിടില്ലായിരുന്നു. അങ്ങനെ തറയിലിടാൻ പാടില്ല, ഇനി ആവർത്തിക്കരുത് എന്ന്. അപ്പോൾ തന്നെ ലക്ഷ്മിയും പറയുന്നത്, അത് തറയിലിട്ടത് എൻ്റെ ഫോൾട്ടാണ്, പക്ഷേ അത് കഴുകി കൊടുക്കാനുള്ള കടമയും എനിക്കുണ്ട്. ഞാനത് ഒലച്ചു തരാമെന്ന് അനുമോളോട് പറഞ്ഞതാണ്. അനുമോളാണ് പറഞ്ഞത്, വേണ്ട എനിക്കറിയാമെന്ന് പറഞ്ഞ് സ്വയം കഴുകി എടുത്തുകൊണ്ട് പോയി വിരിച്ചത്. ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? എന്തായാലും ഡ്രസ്സ് തറയിലിട്ടതിൻ്റെ നല്ല ദേഷ്യത്തിലാണ് അനുമോള്. കട്ടക്കലിപ്പിലാണ് രാവിലെ തന്നെ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.